الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ യഥാവിധി സൂക്ഷിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ടും തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണം, ശ്രദ്ധിക്കണം എന്ന കാര്യം ഒന്നാമതായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കാനുമുള്ള സൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് സ്തുതി. പരിശുദ്ധ റമളാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച ഒരുപക്ഷെ, ഏതായിരുന്നാലും അവസാനത്തെ ഏറ്റവും ശ്രേഷ്ഠമായ 10 ദിനങ്ങളിലെ ഈ വെള്ളിയാഴ്ചയിൽ ഇങ്ങനെ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ചുകൂടാനും ജുമുഅയിൽ പങ്കെടുക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകിയിരിക്കുന്നു, നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അവസാനത്തെ ഈ ദിനരാത്രങ്ങളിലൂടെ കടന്നുപോകുകയാണ്. റമളാനാകുന്ന നമ്മുടെ വിശിഷ്ടാതിഥി വിട പറയാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഈ ദിനങ്ങളിലൂടെ കടന്നുപോകുന്ന, അവസാനത്തെ ദിനരാത്രങ്ങളിലൂടെ കടന്നുപോകുന്ന നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടുന്ന പ്രധാനപ്പെട്ട ചിന്ത എന്താണ് എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്താനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, എന്നാലും എന്താണ് അവസാനത്തെ ഈ ദിവസങ്ങളിൽ നമ്മുടെ ചിന്ത? ചെറിയ കാര്യങ്ങളല്ല. പെരുന്നാള്, ഡ്രസ് എടുക്കൽ, പെരുന്നാളിന്റെ ടൂറ്, ഔട്ടിങ്, അങ്ങനത്തെ അതൊക്കെ ഉണ്ടാവും. അതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. അതൊന്നുമല്ല ഏറ്റവും വലിയ കാര്യം. നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചിട്ട് നമുക്കൊരു റമളാൻ കൂടി കിട്ടി. ഈ റമളാനിലെ അവസാനത്തെ ദിവസങ്ങളിലൂടെ കടന്നുപോകാൻ നമുക്ക് അവസരം കിട്ടിയിട്ട് റമളാൻ കൊണ്ട് നേടേണ്ട കാര്യങ്ങൾ നേടാൻ നമുക്ക് പറ്റിയോ എന്നുള്ളത്. റമളാൻ കൊണ്ട് നേടേണ്ടത് എന്താണ്? പ്രധാനമായി റമളാൻ കൊണ്ട് നമുക്ക് കിട്ടേണ്ടത് അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനവും സ്വർഗവുമാണ്. ഇത് ഉറപ്പായിട്ടുണ്ടോ? ഉറപ്പ് നമുക്കല്ല, എന്നാൽ നമ്മുടെ മനസ്സിനോടൊരു ചോദ്യം. ഈ റമളാനിൽ
പാപങ്ങൾ പൊറുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ടോ? എന്റെ പാപങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു തരും എന്നെനിക്ക് പ്രതീക്ഷയുണ്ടോ? അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ റബ്ബിനെ സമീപിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ പാപികളാണ്. നമ്മളെല്ലാവരും പാപങ്ങളും തെറ്റുകളും ചെയ്യുന്നവരായിരിക്കുന്നവരുടെ കൂട്ടത്തിൽ തെറ്റുകുറ്റങ്ങൾ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ചെറുതും വലുതുമായിട്ട് ഇല്ല. എല്ലാവരും പാപികളാണ്. അത് മനുഷ്യൻ അങ്ങനെയാണ്. എല്ലാ മനുഷ്യർക്കും ചെറുതും വലുതുമായിട്ട് തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ഒക്കെ സംഭവിക്കും. പക്ഷേ നമുക്ക് നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളുമായിട്ട് തിരിച്ചു പോകാൻ പറ്റില്ല. അള്ളാഹുവിലേക്ക് നമുക്ക് പാപികളായിട്ട് മടങ്ങിക്കൂടാ. തെറ്റുകളുടെ ചുമടും പേറി ഭാണ്ഡവും പേറി റബ്ബിന്റെ അടുത്തേക്ക് നമുക്ക് തിരിച്ചു ചെന്നുകൂടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകിയ ഒരേ ഒരു അവസരം തൊലച്ചു കളഞ്ഞിട്ട്, കളഞ്ഞു കുളിച്ചിട്ട്, എല്ലാം നശിച്ചിട്ട് നഷ്ടപ്പെടുത്തിയിട്ട് റബ്ബിലേക്ക് നമുക്ക് മടങ്ങിക്കൂടാ. അങ്ങനെയാണെങ്കിൽ അതാണ് മഹാപരാജയം എന്ന് പറയുന്നത്. അങ്ങനെ പരാജയപ്പെടണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ജീവിതം പരാജയം, ജീവിതം വിജയിച്ചവർ എന്നൊക്കെ പറയാറുണ്ട്. ജീവിതത്തിൽ വിജയിച്ചവർ എന്നൊക്കെ പറയാറുണ്ട് ചിലരെ. ആ ജീവിതത്തിൽ വിജയിച്ചവർ എന്നൊക്കെ പറഞ്ഞ ഈ മീഡിയകളൊക്കെ ചർച്ച ചെയ്ത ചില ആളുകൾ എന്ന് വെച്ചാൽ വലിയ ബിസിനസ്സൊക്കെ ചെയ്ത് വിജയിച്ചു എന്നൊക്കെ പറയുന്ന ആളുകളാണ്. അതൊന്നുമല്ല യഥാർത്ഥ ജീവിത വിജയം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ജീവിത വിജയം എന്ന് പറയുന്നത് ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് തിരിച്ചു പോകുമ്പോ, റബ്ബിലേക്ക് മടങ്ങി ചെല്ലുമ്പോ, ഈ ദുനിയാവിന്റെ ജീവിതത്തെ വിസ്തരിക്കുമ്പോ, കണക്ക് പറയുമ്പോ, അവിടെ ആ വിസ്താരത്തിൽ, ആ വിധിയിൽ, ആ തീരുമാനത്തിൽ വിജയിക്കുക എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥ വിജയം. അല്ലെങ്കിൽ പരാജയമാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അള്ളാഹുവിലേക്ക് മടങ്ങുക? അപ്പൊ ഈ കാര്യം ബേജാറോടുകൂടി ചിന്തിക്കേണ്ട സന്ദർഭമാണെന്നാ ഞാൻ പറയാം. ബേജാറോടുകൂടി ചിന്തിക്കേണ്ട സന്ദർഭമാണ്. പടച്ചവനെ, ഞാൻ എന്റെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തു? എന്തുമാത്രം പാപിയാണ് ഞാൻ? പടച്ച റബ്ബേ, നിന്റെ കൽപ്പനകൾക്ക് എന്തുമാത്രം എതിരാണ് ഞാൻ പ്രവർത്തിച്ചത്? അരുതെന്ന് പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത്? നാഥ, നീ എനിക്ക് പുറത്തു തരണം. റബ്ബിലേക്ക് കൈ ഉയർത്തും. പടച്ചോൻ പൊറുക്കുവോ? പടച്ചോൻ പൊറുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത് എന്താ പറയുക? നിങ്ങൾ എത്രമാത്രം വലിയ തെറ്റുകളും കുറ്റങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. എന്റെ അടിമകളിൽ സ്വയം അക്രമം ചെയ്ത, സ്വന്തത്തോട് അതിക്രമം ചെയ്ത ആളുകളുണ്ടെങ്കിൽ അവരോട് പറഞ്ഞേക്കുക, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, എന്റെ അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ നിരാശരാവരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അല്ലാഹു തആല എല്ലാ പാപങ്ങളും പൊറുക്കും. കാരണം എന്താണെന്നറിയോ? ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അവൻ ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ ചെയ്യുന്നവനുമാണ്. ഗഫൂറുർ റഹീമുമാണ് റബ്ബ്. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല പൊറുക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ മടങ്ങാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ്. സാധാരണ മനുഷ്യന്മാര് പറയുന്ന പോലെ അല്ലാഹു തആല പറയില്ല. മനുഷ്യന്മാരെന്താ പറയും? ഓ, ഇത്രയും തെറ്റും കുറ്റമൊക്കെ ചെയ്തിട്ട് ഞങ്ങൾക്കൊരു തൗബ, അല്ലേ? ഇത്രയും പാവങ്ങൾ ചെയ്തിട്ട്, അല്ലെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഇനിയിപ്പോ ഞാൻ നന്നായാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയില്ല. ഒരു മനുഷ്യന് നന്നാവാൻ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ അവസരം ഉണ്ടെന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അപ്പൊ വരെ അള്ളാഹ് തൗബ സ്വീകരിക്കുക, കാത്തിരിക്കുകയാണെന്ന്. രാത്രിയിൽ തെറ്റ് ചെയ്യുന്നവന്റെ പശ്ചാത്താപം സ്വീകരിക്കാൻ പകല് റബ്ബ് കൈനീട്ടുന്നു. പകല് തെറ്റ് ചെയ്യുന്നവന്റെ തൗബ സ്വീകരിക്കാൻ രാത്രിയിൽ റബ്ബ് കൈനീട്ടുന്നു. ഒരടിമയെങ്ങാനും തൗബ ചെയ്ത് മടങ്ങുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ സന്തോഷിക്കുന്നു. പടച്ചോൻ നമ്മൾ പറയുന്ന പോലെ പറയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ പൊറുക്കുന്നവനാണ്, ഏറെ കരുണ ചെയ്യുന്നവൻ. അപ്പൊ റബ്ബ് നമ്മുടെ എല്ലാ പാപങ്ങളും പൊറുക്കും. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമുക്കിത് അവസാനത്തെ അവസരമാണ് നമ്മൾ വിചാരിക്കും. ഇനി ഇങ്ങനെ ഒരു അവസരം കിട്ടൂല. ഞാൻ എന്നും നമ്മളൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥ ഇത് മനസ്സിൽ പതിയണം. ഇതെന്റെ അവസാനത്തെ സമയമാണെന്ന്. ഇങ്ങനെ ഒരു വെള്ളിയാഴ്ച, ഒരു റമദാനിൽ, ഇങ്ങനെ ഒരു അവസാനത്തെ 10, ഇങ്ങനെ ഒരു വിശിഷ്ട ദിവസങ്ങൾ ഇനി എനിക്ക് എന്റെ ജീവിതത്തിൽ ഇല്ല. ഇന്ന് ഞാൻ എന്റെ റബ്ബിനോട് എന്റെ കുറ്റങ്ങളും തെറ്റുകളും ഏറ്റുപറഞ്ഞ് എന്റെ ജീവിതത്തെ ഞാൻ കഴുകണം, ശുദ്ധിയാക്കണം. എല്ലാ തെറ്റുകളും ഓർത്തെടുത്ത് പറയണം. റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ചെയ്തിട്ടുള്ള, അള്ളാഹുവിനോട് നമ്മൾ കാണിച്ചിട്ടുള്ള ധിക്കാരങ്ങളെ അള്ളാഹുവിനോട് എടുത്തെടുത്ത് പറയണം. തൗബ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നതേ തെറ്റുകൾ ഓർത്തെടുത്തിട്ട് പറയണം എന്നാണ്.
പടച്ചവനെ ഞാൻ ഇങ്ങനെ ചെയ്തു അല്ലെ? കുംഭസാരം എന്ന് പറഞ്ഞൊരു പരിപാടിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? അത് മനുഷ്യനോട് പറയാം. പുരോഹിതനോട് പോയിട്ട് ആളുകൾ പറയാം ഞാൻ ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. അതല്ല, പടച്ച റബ്ബിനോട് പറയുക, പടച്ചവനെ ഇങ്ങനെയൊക്കെ എനിക്ക് പറ്റിപ്പോയി, ഞാൻ ഇത് ചെയ്തു, ഇങ്ങനെ ചെയ്തു. നീയല്ലാതെ രക്ഷയില്ല നാഥ, നീയല്ലാതെ തുണയില്ല നാഥ, നീ പുറത്തു തന്നില്ലെങ്കിൽ ഞാൻ പാപിയായി പോകും, ഞാൻ പെട്ടുപോകും പടച്ചവനെ എന്ന് പടച്ചവന്റെ അടുത്ത് ചെന്നിട്ട് പടച്ചവനിലേക്ക് കൈ ഉയർത്തിയിട്ട് പറയണം. അതാണ് തൗബ എന്ന് പറയുന്നത്. തൗബ 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. എന്താ അറിയോ? തൗബ സ്വീകരിക്കണമെങ്കിൽ പ്രധാനമായും 3 ഷർത്തുകൾ ഉണ്ടെന്നാണ്. പടച്ചവനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തൗബ സ്വീകരിക്കണമെങ്കിൽ പ്രധാനമായും 3 ഷർത്തുകളുണ്ട്. 1, ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പരിപാടിയിൽ നിന്ന് പിന്തിരിക്കണം. എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്, ഏത് തെറ്റിനോടാ റബ്ബിനോട് തൗബ ചെയ്യുന്നത്, ആ തെറ്റിൽ നിന്ന് പിന്തിരിയണം. 2, ആ തെറ്റിലേക്ക് തന്നെ തിരിച്ചു പോകരുത്. 3 കാര്യം, ഇതിന് മനസ്സിന് വേദന ഉണ്ടാവണം. ഉരുകുന്ന മനസ്സോടുകൂടിയാണ് റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടത്. ഉരുകുന്ന മനസ്സോടെ, തേങ്ങുന്ന മനസ്സോടുകൂടി, കലങ്ങിയ കണ്ണുകളുമായിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കാൻ പറ്റുമോ? കള്ളക്കരച്ചിലല്ല, മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരണേ. എന്നിട്ട് റബ്ബിലേക്ക് കൈയുയർത്തി പ്രാർത്ഥിച്ച ഈ 3 കാര്യങ്ങൾ യോജിച്ച തൗബയാണോ റബ്ബ് സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുമെന്നാണ്. എന്ത്? ചെയ്തു പോയ തെറ്റുകളിൽ നിന്ന് മുക്തനായിരിക്കുന്നു, അത് വിരമിച്ചിരിക്കുന്നു. 2, അതിലേക്ക് തിരിച്ചു പോകുന്നില്ല. ചരിത്രത്തിൽ പല കഥകളും സംഭവങ്ങളൊക്കെ ഉണ്ട്, പലപ്പോഴും പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അല്ലെ? സാഹചര്യങ്ങൾ മാറണം. ഒരു സാഹചര്യത്തിൽ നിന്നിട്ടാണ് തെറ്റുകൾ സംഭവിക്കുന്നതെങ്കിൽ അവിടുന്ന് മാറണം. ആ കൂട്ടുകെട്ട് ഒഴിവാക്കണം, ആ സ്ഥലം മാറണം, ആ താമസം മാറണം, ആ ചുറ്റുപാട് ഒഴിവാക്കണം, എന്നൊരു പുതിയൊരു സാഹചര്യത്തിലേക്ക് നീങ്ങണം. അങ്ങനെ തെറ്റിൽ നിന്ന് മുക്തനായി തെറ്റിലേക്ക് തിരിച്ചു പോകില്ലെന്ന് ഉറപ്പിച്ച് ആത്മാർത്ഥമായ മനസ്സോടുകൂടി റബ്ബിലേക്ക് നമ്മൾ മടങ്ങിയാൽ ഫഇന്നല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു തആല എല്ലാ പാപങ്ങളും പൊറുക്കും. വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ്. വേറെടുത്ത് അല്ലാഹു തആല പറയാ, വിശ്വാസികളെ, മനുഷ്യരെ, എന്തെങ്കിലും ഒരു മ്ലേച്ഛമായ കാര്യം അവർ ചെയ്തു, അല്ലെങ്കിൽ അക്രമം അവർ കാണിച്ചു, ദക്കറുല്ലാഹ്, അപ്പൊ അവർ അല്ലാഹുവിനെ ഓർത്തു, ഫസ്തഗ്ഫറു ലിദുനൂബിഹിം, എന്നിട്ട് റബ്ബിനോട് അവന്റെ തെറ്റുകൾക്ക് അവൻ ഇസ്തിഗ്ഫാർ നടത്തി. അപ്പൊ അള്ളാഹ് ചോദിക്കണേ, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാതെ ആരാ നിങ്ങൾക്ക് പാപം പുറത്തു തരാൻ? വലം യുസിറു അലാ മാ ഫഅലൂ വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് ആ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ പിന്നെ തുടരരുത്, അല്ലെ? അതിൽ പിന്നെയും നിൽക്കല്ല. അപ്പോ ഇത് വളരെ പ്രധാനമാണ്. എന്താ ഞാൻ പറഞ്ഞതെന്നറിയോ? ഈ ദിവസങ്ങളിൽ നമ്മൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചിന്ത അതാണ്. അതുകൊണ്ട് മനമുരുകി റബ്ബിലേക്ക് മടങ്ങുക, പ്രാർത്ഥിക്കുക, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മുക്തനായിട്ട് ഞാനൊരു പുതിയ മനുഷ്യനാകാൻ പോവാണ്, എന്റെ ജീവിതത്തിൽ ഞാൻ ഇത് കഴുകുകയാണ്, പടച്ചവനെ നാഥ എന്നിൽ നിന്ന് സ്വീകരിക്കണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് റബ്ബിലേക്ക് തിരിച്ചു നടക്കാനുള്ള, റബ്ബിലേക്ക് മടങ്ങാനുള്ള അവസാനത്തെ സമയങ്ങളാണ് പ്രിയപ്പെട്ടവരെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തൗബയുടെ കാര്യം പറയുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള വേറൊരു തൗബയുണ്ട്, തൗബയുടെ വേറൊരു ഭാഗമുണ്ട്. അതെന്താണെന്നറിയോ? പടച്ചവനോടുള്ള തൗബയുടെ കാര്യം, പടച്ചവനോട് ചെയ്ത അതിക്രമത്തിന്റെ, ധിക്കാരത്തിന്റെ കാര്യമാണ് ഈ പറഞ്ഞതെങ്കിൽ, പടപ്പുകളുമായി നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത് തീർക്കണം. നമ്മൾ എന്നും അതും പറയുന്നുണ്ടല്ലോ, അല്ലെ? എന്നും പറയുന്നുണ്ട്. ഒരു മനുഷ്യനോടും മനസ്സിൽ ഒരു വിഷമമില്ല, ആളുകൾക്കുണ്ടെങ്കിൽ നമ്മളങ്ങ് വിട്ടുകൊടുക്കുക. അതല്ല, നമ്മളാൽ വേറൊരു മനുഷ്യൻ പ്രയാസപ്പെട്ടിട്ടുണ്ടെങ്കിലേ, അത് നമ്മളാൽ ഒരു മനുഷ്യന് ഉപദ്രവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അയാൾ പുറത്തു തരാതെ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു തരും. അപ്പൊ നമുക്ക് ഈഗോ ഒന്നും വേണ്ട, നമുക്ക് ദുരഭിമാനമൊന്നും വേണ്ട. ഞാൻ പറയില്ല, ഞാൻ പോകില്ല, അല്ലെ? അല്ല, നിങ്ങൾ ഒരാളെ വിട്ട് പിണങ്ങി നിൽക്കുന്നുണ്ട്. ആരോടെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ ആരോടെങ്കിലും ഒക്കെ പിണക്കുണ്ടോ? കുടുംബത്തിൽ, ജ്യേഷ്ഠാനുജന്മാരുമായിട്ട്, സഹോദരന്മാരുമായിട്ട്, അയൽവാസികളുമായിട്ട്, സുഹൃത്തുക്കളായിട്ട് അസ്സലാമു അലൈക്കും പറഞ്ഞ് സുൽഹാക്കണം. പ്രിയപ്പെട്ടവരെ, ആർക്കെങ്കിലും നമ്മൾ വിഷമുണ്ടാക്കിയിട്ടുണ്ടെന്ന് നമുക്കറിയോ? നമ്മുടെ മനസ്സിൽ, നമ്മുടെ അറിവിലോ ബോധ്യത്തിലോ ഉണ്ടോ? എന്റെ കാരണം കൊണ്ട്, എന്റെ വാക്കുകൊണ്ടോ, എന്റെ പ്രവൃത്തി കൊണ്ട് ഇന്ന ഒരാൾക്ക് വിഷമമുണ്ടായിട്ടുണ്ട്, അവന്റെ അടുത്ത് ചെന്നിട്ട് നേരിട്ട് പറയാം, സഹോദര ഞാൻ തന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട്, എന്റെ വാക്കിലോ പ്രവൃത്തിയിലോ നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ പൊറുക്കണം. അത് മരിക്കാൻ നിൽക്കണ്ടോ. മരിച്ചാലേ, നമ്മളെപ്പോഴും പറയില്ലേ, മരിച്ചാൽ ചിലപ്പോൾ പൊറുക്കൂല. പൊറുക്കാന്ന് ഇമാമ് പറഞ്ഞാലും മൗലിയര് പറഞ്ഞാലും ഒന്നും ആൾക്കാർ ചിലപ്പോൾ പൊറുക്കൂല. ജീവിച്ചിരിക്കുമ്പോ റബ്ബിന്റെ അടുത്തേക്ക് നമ്മൾ മടങ്ങുന്നതിന്റെ മുമ്പ് ഇവരോട് പൊരുത്തപ്പെടിക്കണം. അപ്പൊ പടപ്പുകളോടുള്ള പ്രശ്നങ്ങൾ തീർന്ന്. ഇനി വല്ലവർക്കും കൊടുക്കാനുണ്ട് കടമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളി. കടമൊക്കെ വല്ലതും ഉണ്ടോ വീട്ടാൻ? കൊടുക്കണം. കടമൊക്കെ കടം വെച്ചിട്ട് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തിട്ട് ആളുകളെ ഹക്കും ആളുകളുടെ അവകാശമൊക്കെ കൈയടക്കി വെച്ചിട്ടേ തൗബയിൽ ഇസ്തിഗ്ഫാർ നടത്തിയ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കൂല. അപ്പൊ ഇതും മനുഷ്യരുമായുള്ള ഏറ്റവും നല്ല ബന്ധം
പടച്ചവനിലേക്ക് ഖേദിച്ചുകൊണ്ടുള്ള മടക്കം ഇതിന്റെ ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. ഇതല്ലാതെ ഇന്നത്തെ ഈ ദിവസം പ്രത്യേകിച്ച് പ്രധാനമായിട്ട് എനിക്കൊന്നും പറയാനില്ല, നമുക്കൊന്നും പറയാനില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തൗബയുടെ ഇസ്തിഗ്ഫാറിന്റെ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങേണ്ട സമയം, അവസാനത്തെ അവസരം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുകയാണെന്ന ബോധത്തോടെ പ്രവർത്തിക്കാം. ഈ ദിവസങ്ങളെ കുറിച്ച് നമുക്കറിയാലോ. ഈ ദിവസങ്ങൾ അവസാനത്തെ 10 കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഹദീസ് എന്തോ, അവസാനത്തെ 10 ദിവസമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലെ പ്രത്യേകമായിട്ട് ഒരുങ്ങുന്ന ശബ്ദം ഇസ്റഹു വഅയ്ഖദ അഹ്ലഹു വഅഹ്യാ ലൈലഹു, മുടുമുണ്ട് മുറുക്കിയെടുക്കും. തുണി മുറുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയാം, നമുക്കറിയില്ലേ. അത് ഒരുങ്ങും. അല്ലാഹുവിന്റെ റസൂൽ ഇബാദത്തിനായിട്ട് ഒരുങ്ങും. കുടുംബത്തേക്ക് വിളിച്ചോണ്ട് ഇങ്ങനെ ഉറങ്ങി രാവും പകലും ഉറങ്ങി തീർക്കല്ല. എന്താ ഇതങ്ങനെ ഉറങ്ങി തീർക്കാനല്ല. ഖൂമൂ ഇന്ന ലക്കും ലൈലൻ തവീല എന്ന മഹാനായ ഹസനുൽ ബന്ന സുബഹിയൊന്നും നമസ്കരിക്കാത്ത ആളുകളുടെ വീടുകളിൽ പോയിട്ട് വാതിൽ തട്ടി വിളിച്ചിട്ട് പറയാറുണ്ടായിരുന്നു, നിങ്ങൾ കേട്ടിട്ടില്ലേ? ഖൂമൂ ഇന്ന ലക്കും ലൈലൻ തവീല, എഴുന്നേൽക്കും നിങ്ങൾക്ക് വലിയ രാത്രി വേറെ വരാണ്ട്, വലിയ ഉറക്കം വരാണ്ട്. ഇപ്പൊ ഇങ്ങനെ ഉറങ്ങല്ല. മക്കളെ വിളിച്ചിട്ട് പറയണം, മക്കളെ ഇപ്പൊ ഇങ്ങനെ ഉറങ്ങല്ല, ഇങ്ങനെ ഉറങ്ങി തീർക്കാനുള്ളതല്ല. നമസ്കരിക്കൂ, തറാവീഹിന് വരൂ, ഖിയാമുൽ ലൈലിന് വരൂ, അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യൂ, പ്രാർത്ഥിക്കൂ, തൗബ, ഇസ്തിഗ്ഫാർ, ദാനധർമ്മ സൽക്കർമ്മങ്ങളിൽ മുഴുകി രാവും പകലും ഉപയോഗപ്പെടുത്തും. അഹ്ലഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കുടുംബത്തിനെ വിളിച്ചുണർത്തും, എന്നിട്ട് രാത്രി ഹയാത്താക്കും. അങ്ങനെ നോക്കൂ, ഈ അവസാനത്തെ ദിവസങ്ങളതാ. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്നില്ലേ? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള രാവാണ്. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. മലക്കുകൾ ആകാശ ലോകത്തുനിന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ദിവസം. അങ്ങനെ ഒരു ദിവസം റമദാനിലാണ്. അത് റമദാനിലെ അവസാനത്തെ 10 ദിനങ്ങളാണ്. അത് പ്രധാനമായും പ്രതീക്ഷിക്കേണ്ടത് ഒറ്റ രാവുകളിലാണ്. കൂടുതൽ പണ്ഡിതന്മാരും മറ്റും അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് 27 രാവിൽ കൂടുതൽ സാധ്യതയുണ്ട്. അന്നാണെന്ന് ഉറപ്പൊന്നുമില്ല, ഒരു ദിവസം ഉറച്ചു പറഞ്ഞിട്ടില്ല. അങ്ങനെ ആകുമ്പോൾ ആളുകൾ ആ ദിവസം അങ്ങനെയില്ല. എന്നാൽ നിങ്ങൾ അവസാനത്തെ രാവിലെ അത് പ്രതീക്ഷിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞതായിട്ട് ഹദീസുകളിലൊക്കെ ആ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവസാനത്തെ രാവുകളിൽ പ്രതീക്ഷിക്കാം, ഒറ്റ രാവുകളിൽ പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു തോന്നൽ ഇന്ന് ലൈലത്തുൽ ഖദർ ആണെന്ന് ഞങ്ങൾക്ക് തോന്നുകയാണ്, ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം പ്രവാചകരെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ പ്രാർത്ഥന വർദ്ധിപ്പിച്ചോളൂ. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അല്ലാഹുവേ, നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, നീ കാരുണ്യം കാണിക്കുന്നവനാണ്, വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, എന്നോട് വിട്ടുവീഴ്ച കാണിക്കണമേ. നീ പൊറുക്കുന്നവനാണ്, എനിക്ക് പുറത്തു തരണമേ എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന രാവുകളിൽ, അവസാനത്തെ ദിനരാത്രികളിൽ ഇതാണ് കൂടുതലായിട്ട് നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസവും ഒരു മണിക്കൂറും ഒരു മിനിറ്റും പാഴായി പോകാത്ത വിധം നന്മയാണ്, സമൃദ്ധമാവട്ടെ ഇനിയുള്ള ദിനരാത്രങ്ങൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അയ്യുഹൽ മുഅ്മിനൂൻ ഉസീക്കും ഇബാദല്ലാഹി വഇയ്യായ സാനിയും ബിത്തഖ്വല്ലാഹ്. അല്ലാഹു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഈ ദിവസങ്ങളിലൂടെ ഇങ്ങനെ കടന്നുപോയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പെരുന്നാൾ വരും. പെരുന്നാൾ എന്ന് പറയുന്നത് 30 ദിവസം നോമ്പെടുത്തിട്ട് വിശ്വാസിക്ക് കിട്ടുന്ന അതിന്റെ സന്തോഷമാണ് പെരുന്നാൾ. ഒരു മാസം നോമ്പെടുത്ത് പിറ്റേ ദിവസം പെരുന്നാൾ. അപ്പൊ ആ പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയുന്ന കാര്യങ്ങൾ കുറെ ഉണ്ടല്ലോ, ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, ഒന്നുകൂടെ പറയട്ടെ. അതെ, പെരുന്നാളിന്റെ നമ്മൾ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? സക്കാത്തുൽ ഫിത്ർ ആണ്. സക്കാത്തുൽ ഫിത്ർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമുക്ക് ഇസ്ലാം നിർബന്ധമാക്കിയ കാര്യമാണ്. ഒരു മനുഷ്യൻ, കുട്ടിയോ വലിപ്പ ചെറുപ്പമൊന്നുമില്ലാതെ ഒരു വീട്ടിൽ ഒരാൾ, 4 ആളുണ്ടെങ്കിൽ 4 സാഴ്. ഒരു സാഴ് എന്ന് പറയുന്നതിന്റെ കണക്ക് ഏതാണ്ട് 2.5 കിലോയുടെ അടുത്ത്, 2.25, 2.3 അങ്ങനെ ഒരു അളവാണ്. നമ്മളതിന് 100 രൂപ എന്നൊരു കണക്ക് പറഞ്ഞിട്ടുണ്ട്. ആ 100 രൂപയുടെ അരി വാങ്ങിയിട്ട് നമ്മൾ അത് അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കും. ആരാണ് അർഹതപ്പെട്ടതെന്ന് വെച്ചാൽ സക്കാത്തിന് അർഹതപ്പെട്ടവർ തന്നെയാണ് ഫിത്ർ സക്കാത്തിനും അർഹതപ്പെട്ടവർ. ഇന്നമ സ്വദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീൻ വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫത്ത് ഖുലൂബ് എന്ന് പറഞ്ഞിട്ടില്ലേ? ഫഖീറും മിസ്കീനും കടബാധിതരും
അങ്ങനെയുള്ള ആളുകൾ ഒക്കെയാണ് ഫിത്ർ സക്കാത്തിന്റെയും അർഹര്, സക്കാത്തിന്റെ അർഹര് തന്നെയാണ്. അപ്പൊ അർഹതപ്പെട്ട ആളുകൾക്ക് നമ്മൾ അത് എത്തിച്ചു കൊടുക്കുക. ഇന്നേ ദിവസം നമ്മുടെ നാട്ടിൽ ആരും പട്ടിണി കിടക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ആ സക്കാത്തുൽ ഫിത്ർ നിർബന്ധമാണ്. അത് ചെയ്തില്ലെങ്കിൽ രണ്ട് കുഴപ്പമുണ്ട്. ഒന്ന്, അയാളൊരു ഫർള് വീട്ടിയില്ല എന്നുള്ള കുഴപ്പം. മറ്റൊന്ന്, നോമ്പിൽ എന്തെങ്കിലും തകരാറ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിഹാരം കൂടിയാണ്. ആ പരിഹാരം സാധ്യമാവൂല. നോമ്പ് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടൂല എന്നാണ്. അതിനുള്ള വീഴ്ചകൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരമാവില്ല എന്നാണ്. അപ്പൊ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് ഏറ്റവും നല്ല രൂപത്തിൽ കൃത്യമായിട്ട് കൊടുത്തുവിട്ട അതിന് ആളുകൾ ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിലൊക്കെ അതിന് ഒരുപാട് കാലമായിട്ട് അതിന്റെ സംഘടിത സംവിധാനമാണല്ലോ, പറയേണ്ടതില്ല. ആ സംവിധാനത്തോട് ഏറ്റവും നല്ല രൂപത്തിൽ സഹകരിക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് ഞാൻ ഈ സമയത്ത് ആവശ്യപ്പെടുകയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് പെരുന്നാൾ നമസ്കാരം, പെരുന്നാൾ ആഘോഷം, ആഘോഷിക്കാനുള്ളതാണ് പെരുന്നാൾ. പെരുന്നാൾ ആഘോഷത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പെരുന്നാൾ നമസ്കാരമാണ്. പെരുന്നാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? പെരുന്നാൾ നമസ്കാരം. പെരുന്നാൾ നമസ്കാരത്തിന് പോവാതെ മറ്റെന്ത് കാര്യം ചെയ്തിട്ടും ആഘോഷമാവില്ല. അത് മുസ്ലിങ്ങളെ പെരുന്നാളാവില്ല. നമ്മുടെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പെരുന്നാൾ നമസ്കാരം, ഈദാണ്, ഈദുൽ ഫിത്ർ നമസ്കാരമാണ്. ആ നമസ്കാരത്തിന് എല്ലാവരും പങ്കെടുക്കണം. എല്ലാവരും പങ്കെടുക്കുന്ന വെച്ചാൽ പള്ളിയിൽ നമസ്കരിക്കാൻ കയറി പള്ളിയിൽ കയറാൻ പറ്റാത്ത സഹോദരിമാരെ കൂടി പരിഗണിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, നിങ്ങൾ നമസ്കാരം മുസല്ലയിൽ നടത്തുക, ഈദ്ഗാഹ് നമ്മൾ പറയില്ലേ, മൈതാനിയിൽ. എന്നിട്ട് അവര് നമസ്കരിക്കാത്തവർ അതിന്റെ തൊട്ടടുത്തിരുന്നിട്ട് നമ്മളെ ഖുത്ബ കേൾക്കട്ടെ, നമ്മുടെ കാര്യങ്ങളിൽ അവർ സന്തോഷത്തിൽ അവർ പങ്കെടുക്കട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞത്. മഴ കാരണം പറ്റാത്തൊരു ദിവസം മാത്രം അള്ളാഹുവിന്റെ റസൂൽ പള്ളിയിൽ പെരുന്നാൾ നമസ്കരിച്ചു എന്നല്ലേ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കാം. അപ്പോൾ ഈദ്ഗാഹ് ഇൻഷാ അല്ലാഹ് നമുക്കുണ്ട്. നമ്മുടെ മഹല്ലിൽ എന്നും നടക്കുന്ന നമ്മുടെ അൽജാമിയയുടെ ഗ്രൗണ്ടിൽ ഈദ്ഗാഹുണ്ട്. അവിടെ എല്ലാവരും എത്തുക. 6:45 നമസ്കാരം എന്ന് അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും കുടുംബസമേതം നല്ല വസ്ത്രമൊക്കെ ധരിച്ച് സുഗന്ധമൊക്കെ പൂശി വളരെ സന്തോഷത്തോടെ നേരത്തെ തന്നെ അവിടെ ഈദ് നമസ്കാരത്തിനെത്തണം. എന്നിട്ട് ആളുകളെയൊക്കെ കാണണം, സലാം പറയണം, സന്തോഷം പുതുക്കണം, സ്നേഹം പുതുക്കണം. അതിനു വേണ്ടിയാണ് നമുക്ക് ഈ ആഘോഷവേള നമസ്കാരവും ഈ കൂടിച്ചേരലും ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. പിന്നെ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നല്ല ഭക്ഷണം കഴിക്കുക, നല്ല കാര്യങ്ങളൊക്കെ അല്ലെ, തെറ്റായ കാര്യങ്ങളിലേക്ക് പോകാത്ത, ഹറാമുകളിലേക്ക് എത്താത്ത അനുവദനീയമായ ആഘോഷങ്ങളൊക്കെ ആയിട്ട് നല്ല സന്തോഷത്തിന്റെ ഒരു ദിനം പെരുന്നാളായിട്ട് നമുക്ക് ആഘോഷിക്കാനുണ്ട്. അത് ആ രൂപത്തിൽ തന്നെ ആവാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥനയുടെ ദിനങ്ങളിലൂടെ നമ്മളിപ്പോൾ കടന്നു പോവുക. ഒറ്റക്കും പ്രാർത്ഥിക്കും, നമ്മൾ കൂട്ടായിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെ. പല ജാതി പ്രയാസങ്ങൾ. ഒന്ന്, നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ലോകാടിസ്ഥാനത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം തന്നെ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ടാർഗറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇസ്ലാമും മുസ്ലിങ്ങളും ഇസ്ലാമിക സമൂഹമാണ്. പല പേരുകൾ അതിന്, പല ന്യായങ്ങൾ അതിന് പറയുന്നുണ്ടെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ രണ്ട് വൃത്തികെട്ട ശക്തികളാണ് ഒരുമിച്ചിട്ടുള്ളത്. രണ്ട് പിശാചുക്കൾ ചേർന്നിട്ടാണ് ലോകത്തെ കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നവരാണ് അവരെന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു പത്രത്തിൽ വന്നു 3100 കോടി മനുഷ്യരെ ഇവർ കൊന്നിട്ടുണ്ടെന്ന് പറയാം. 3100 കോടി മനുഷ്യരെ കൊന്നിട്ടുണ്ടെന്ന്. ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് ഒരു ചരിത്രം അവിടെ തന്നെ ഉത്തരവാദപ്പെട്ട ഒരാൾ പറഞ്ഞിട്ട് നോക്കൂ, ഇങ്ങനെ കോടിക്കണക്കിന് മനുഷ്യരെ കൊന്ന പിശാചുക്കൾ. പക്ഷെ അവർ വലിയ ജനാധിപത്യവും മനുഷ്യാവകാശവും എന്താ പറയാ പുരോഗമനവും ഒക്കെ പറയും ഇങ്ങനെ. അപ്പൊ അവരാണ് ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനാന്ന് വെച്ചാൽ അവിടെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജാനസന്താനം ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളെയും മണ്ണ് പിടിച്ചടക്കിയിട്ട് അവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ. അവർക്കുള്ള എല്ലാ ഭീഷണിയും അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ വിചാരിച്ച പോലെ എളുപ്പത്തിലല്ല കാര്യങ്ങൾ പോകുന്നത് എന്ന് നമുക്കറിയാം. നമ്മുടെ പ്രാർത്ഥന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലൊരു പാഠമായിരിക്കട്ടെ അക്രമികൾക്ക് എന്നതാണ്. ശക്തമായ ഒരു തിരിച്ചടി, ഒരു തിരിച്ചറിവ്, ഒരു പാഠം ഇതിലൂടെ ലഭിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അക്രമികൾ പിന്തിരിഞ്ഞു ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എന്നെപ്പോഴും നമ്മൾ ഒറ്റക്കും പ്രാർത്ഥിക്കുക, കൂട്ടായിട്ടും പ്രാർത്ഥിക്കുക. പിന്നെ നമ്മുടെ ജീവിതത്തെ അത് ബാധിച്ച് ലോകത്തെയൊക്കെ ബാധിച്ചിട്ടുണ്ട്, ബാധിച്ചുകൊണ്ടിരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നല്ലൊരു പരിഹാരം ഈ സംഗതിക്ക്, അതായത് നമ്മുടെ ഇസ്സത്തും അന്തസ്സും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഉയർന്ന് നിൽക്കുന്ന അവസ്ഥയിലുള്ള ഒരു പരിഹാരം റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പ്രതിസന്ധിക്ക് ഉണ്ടാകട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവനെ ഞങ്ങൾ അനുഗ്രഹിക്കണേ തമ്പുരാൻ. നാഥാ ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങൾ ഈ പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോവുകയാണ് നാഥാ. ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ് നാഥാ, കുറ്റങ്ങൾ ചെയ്തവരാണ്, രഹസ്യമായും പരസ്യമായും പാപങ്ങൾ ചെയ്തിട്ടുള്ളവരാണ് നാഥാ. നിന്നിലേക്ക് ഞങ്ങൾ കൈ ഉയർത്തുന്ന നാഥ, ആത്മാർത്ഥമായി ഞങ്ങളുടെ തെറ്റുകളെ കുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ നീ പുറത്തു തരണേ തമ്പുരാനെ. നീ ഗഫൂറാണ് നാഥ, റഹീമാണ് നാഥ.
നീയല്ലാതെ ഞങ്ങൾക്ക് പാപങ്ങൾ പുറത്തു തരാനില്ല, നീയല്ലാതെ ഞങ്ങൾക്ക് അവലംബമില്ല, നീയല്ലാതെ ഞങ്ങൾക്ക് ആശ്രയമില്ല, നിന്നിലേക്കല്ലാതെ ഞങ്ങൾക്ക് തിരിയാൻ ഒരു ഇടമില്ല നാഥ. ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു തരണേ തമ്പുരാനെ. നിന്നിലേക്ക് മടങ്ങുമ്പോൾ ശുദ്ധമായ മനസ്സോടും ശുദ്ധമായ ജീവിതത്തോടും കൂടി നിന്നിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഞങ്ങൾക്ക് ദീർഘായുസ് നൽകണേ നാഥ, ആരോഗ്യം നൽകണേ തമ്പുരാനെ. താങ്ങാനാവാത്ത രോഗങ്ങളാൽ ഞങ്ങളെ പരീക്ഷിക്കരുത് റബ്ബേ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് വിഷമിക്കുന്നവർക്ക് നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പ്രിയപ്പെട്ട പലരും ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞുപോയി. ഞങ്ങളുടെ മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, ഞങ്ങളുടെ നേതാക്കൾ പലരും നാഥ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. ഈ കഴിഞ്ഞ റമളാനിൽ അതിനുശേഷം അതിനു മുമ്പുമൊക്കെ ആയിട്ട് പടച്ചവനെ അവരെ നീ നിന്റെ അനുഗ്രഹത്തിലേക്ക് ചേർക്കണേ റബ്ബേ. അവരുടെ ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ഖബറിലേക്ക് സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അത്യുന്നതമായ സ്വർഗത്തിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നന്നാക്കി തരണേ തമ്പുരാനെ. അവരിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പൈശാചിക ശക്തികൾ ചുറ്റും വട്ടം കറങ്ങി ഞങ്ങളുടെ മക്കളെ തട്ടിയെടുത്തു കൊണ്ടുപോവുകയാണ് നാഥ. നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അവർക്ക് ഈമാൻ നൽകണേ നാഥ. തഖ്വ കൊണ്ട് നീ അവരെ അലങ്കരിക്കണേ തമ്പുരാനെ. ഇരു ലോകത്തും വിജയിക്കുന്ന, ഇരു ലോകത്തും ഉപകാരമുള്ള, ഞങ്ങൾക്കും സമൂഹത്തിനും ഉപകാരമുള്ള, രണ്ട് ലോകത്തും വിജയിക്കുന്ന മക്കളായി ഞങ്ങളെ മക്കളെ നീ മാറ്റണേ തമ്പുരാനെ. അവർക്ക് നീ കാവലേകണേ തമ്പുരാനെ. പടച്ചവനെ, ലോകത്തുടനീളം പൊരുതിക്കൊണ്ടിരിക്കുന്ന, നേരിനും നന്മക്കും വേണ്ടി, സത്യത്തിനു വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളായ പോരാളികളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. വിജയം പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അവരുടെ പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തണേ തമ്പുരാനെ. അവരിൽ നിന്ന് മാരകമായ പരിക്ക് പറ്റിയവരെ നീ സുഖപ്പെടുത്തണേ തമ്പുരാനെ. അവർക്ക് ശിഫയും ആശ്വാസവും നൽകണേ തമ്പുരാനെ. അവരിൽ നിന്ന് രക്തസാക്ഷികളായവരെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. സ്വർഗം കൊണ്ട് നീ അവരെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഈ റമളാനിൻ അവസാനത്തെ ദിനങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോവുകയാണ്. ഞങ്ങൾക്ക് ഇനിയും റമളാനുകൾ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ദീർഘായുസ് നൽകണേ നാഥ. ഇനിയും ഒരുപാട് റമളാനുകളിലൂടെ ജീവിക്കാൻ, ഒരുപാട് നന്മകൾ നേടിയെടുക്കാനും, അങ്ങനെ ഏറ്റവും നല്ല അവസ്ഥയിൽ സൽക്കർമ്മങ്ങളുടെ വലിയ ഭാണ്ഡവുമായി നിന്നിലേക്ക് മടങ്ങാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത് طيب ثراهم واجعل الجنة مأوانا ومأواهم اللهم أجرنا من النار اللهم أجرنا ووالدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم دمر أعداءك وأعداء الدين اللهم دمر اليهود ومن والاهم ومن أعانهم ومن يتعاون معهم يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عنا اللهم إنك عفو كريم تحب العفو فاعف عنا اللهم اجعل هذا الشهر الشريف شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وصلى الله على محمد وآله وصحبه وسلم والحمد لله رب العالمين.